ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. സോ ഗൈസ്, അപ്പം നമ്മളുടെ FT മൊബൈലായിട്ട് തിരിച്ചു വന്നേക്കാണ്. സോ ഗൈസ്, അപ്പം നമ്മുടെ FT മൊബൈലിൻ്റെ അടുത്തൊരു കിടുക്കാച്ചി വീഡിയോ ആയിട്ട് നമ്മൾ പിന്നെയും തിരിച്ചു വന്നേക്കാണ്. സോ ഗൈസ്, അപ്പം അതിന് മുമ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം. സോ എല്ലാവർക്കും നല്ല ചുറ്റൊരു ഓണം ആയിരിക്കട്ടെ. സോ അതുകൊണ്ട് തന്നെ ഓണമായിട്ട് തന്നെ നിങ്ങളെല്ലാവരും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നിങ്ങളെല്ലാവരും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാൻ ലൈക്കും കൂടി ചെയ്ത് വെച്ചേക്കുക. ആൻഡ് കുറച്ച് സർപ്രൈസ് ഒക്കെ നമുക്ക് ഇതിനകത്ത് കുറച്ചുണ്ട് കേട്ടോ. ആൻഡ് സോറി, ഇതിന് മുമ്പ് നമുക്ക് പ്രധാനമായിട്ട് പറയേണ്ടത് ഇതിന് പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. സോ അപ്ഡേറ്റിനകത്ത് നമുക്ക് ക്യാപ്റ്റൻസിൻ്റെ ഇത് വന്നിട്ടുണ്ട്. സോ നിങ്ങൾ കളിച്ചു തുടങ്ങി കാണും, FT മൊബൈൽ കളിക്കുന്ന എല്ലാവരും കളിച്ചു തുടങ്ങി കാണും. ആൻഡ് സോ എനിക്ക് തോന്നുന്നു ഒരു ലെഫ്റ്റ് വിങ് റൊണാൾഡോ, റൈറ്റ് വിങ് മെസ്സി, ST കർഫാന്ന് തോന്നുന്നു, ആൻഡ് CB മൾഡീനി, GK ബഫൺ. എനിക്ക് തോന്നുന്നു കിട്ടാവുന്ന ഏറ്റവും കിട്ടിയ ഒരു ടീമാണ് കേട്ടോ. അതായത് ബാക്കി ഞാൻ ഓർക്കുന്നില്ല, നമുക്കെന്തായാലും അതൊക്കെ നമുക്ക് കാണാം. സോ ആൻഡ് ശ്രദ്ധിച്ചോ, 110 OVR ഒത്തിരി പുതിയ പ്ലേയേഴ്സ് ഉണ്ട്. സോ ഞാൻ ആ ഇബ്രാഹിമോവിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. സോ അതാണ് എനിക്ക് ST കിട്ടിയിരിക്കുന്നത്. സോ ആ STക്ക് ശേഷം 111 എന്തോ ഇതിൻ്റെ പേര് ഓർസബാലോ, ഞാൻ എന്തായാലും ഇവനെ ബാലെന്നെ വിളിക്കുന്നുള്ളൂ. 112 ഗൂളർ. ആൻഡ് ദെൻ ഏകദേശമുള്ള എല്ലാവരും 107 കിടക്കുന്നത് ഇപ്പം ഇബ്രാഹിമോവിക്ക് മാത്രമേ ഉള്ളൂ. ബട്ട് ഇബ്രാഹിമോവിക്ക് 107 ആണെങ്കിൽ 111 കളിയാണ് കേട്ടോ. നമുക്ക് അപ്ഡേറ്റ് വന്നുകൊണ്ട് നമുക്ക് സംഭവം താഴെ ഇറങ്ങിയിട്ടുണ്ട്. സോ ഇത് നമ്മളുടെ നേരത്തെ ഒരു മാച്ചാണ് കേട്ടോ. സോ നമുക്ക് എന്തായാലും മാച്ചിലോട്ട് നമുക്ക് ഫസ്റ്റ് ഇതിയും തുടങ്ങണം. അത് നമുക്ക് ക്രോണിക്കൽസ് എടുക്കണം. സോ ഇതിപ്പോൾ ഞാൻ ലെജൻഡറി 4th കളാണ്, ഞാൻ 3rd ജസ്റ്റ് കുറച്ച് കളിച്ചതാണ്. സോ അത് നമുക്ക് വിടാം. നമുക്കിനി വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് 2-3 മാച്ച് കളിക്കാം. അതിന് മുമ്പ് നമുക്ക് ഇതിലോട്ട് പോയാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സോ നമുക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ടീം മാറ്റണമെന്ന് കുറച്ച് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്കും എനിക്കൂടെ ടീം മാറ്റാൻ താല്പര്യമുണ്ട്. ബട്ട് നമ്മുടെ പേര് മാറ്റാൻ പറ്റില്ല. ഞാനത് തുടങ്ങിയപ്പം എന്താണെന്ന് പോലും അറിയാതെ തുടങ്ങിയാണ്. പിന്നെ ഇപ്പോഴാണ് ഇത്രയൊക്കെ എത്തിയത്. സോ ഓക്കെ, എവേ മാച്ച് ബേസിക്കലി വളരെ പാടാണ്. അതായത് ഭയങ്കര പാടെന്ന് വെച്ചാൽ ബേസിക് ചാൻസസ് അല്ലെങ്കിൽ കൊള്ളല മർഡോണ 112 കണ്ടാ പേടിയും. അതേപോലെ എന്ത് എസ്ഐനോ അങ്ങനെ ഒരാൾ നമ്മളുടെ കയ്യിലുണ്ട് കേട്ടോ. അതൊന്നും പേടിക്കണ്ട, നമ്മളുടെ കയ്യിൽ ഇരിക്കുന്നവന്മാർ ഓടാ. നമ്മൾ ചുമ്മാ ഷോട്ടൊക്കെയാണ് കേട്ടോ, നടക്കത്തില്ലടാ. 2-0 ഇതൊക്കെ നമ്മൾ നോക്കാനാ. ഈ പോസ്റ്റ് എന്താടാ ഇങ്ങനെ ചെറുതായി പോയേ? റിക്കിലും ഒരു കിടിലൻ പ്ലെയറാണ്. ഷൂട്ടിംഗ് എന്ന് വെച്ചാൽ അറിഞ്ഞ് ഷൂട്ടിംഗ് ആണ്. ഇല്ലടാ, നമുക്കത് തോപ്പിക്കാൻ പറ്റുന്നൊരു ടൈം അല്ല ഇത്. അതായത് ഒരു ഇച്ചിരി നമുക്കൊന്ന് നടക്കത്തില്ല. റിക്കിന് വേണമെങ്കിൽ നമുക്ക് എന്തും നടക്കും, അത് വേറൊരു കാര്യം. അതാവുമ്പോൾ ഏത് ലോങ് റേഞ്ചിൽ അത്രേ ഉള്ള അത് നമുക്ക് കിട്ടി, അത്രയും മതി. കുഴപ്പമില്ല. അവിടെ ഇബ്രാഹിമിൻ്റെ സ്കില്ലൊക്കെ തടഞ്ഞെടുക്കാൻ അത്രയൊക്കെയുള്ള പ്ലേയേഴ്സൊക്കെ ഉണ്ടോ? 5-8. പക്ഷെ കാര്യമില്ല, നമുക്ക് സെക്കൻഡ് കഴിഞ്ഞു കേട്ടോ. ഞാനത് മറന്നുപോയി മാറ്റാൻ. അത് ഗോളായിരുന്നടാ, സേവ് ചെയ്യാതെ കിട്ടെങ്കിൽ അത് ഗോളായിരുന്നു. സോ അവ ഫസ്റ്റ് തന്നെ മാനോട് പോയിട്ടുണ്ട്. വേണ്ടായിരുന്നു എന്ന് എനിക്കിപ്പം തോന്നുന്നു. നമുക്ക് വേറെ കുറച്ച് പണിയുണ്ട്. നമുക്കിന്ന് ലൈവ് ഇവൻസിനകത്ത് നമ്മൾ ഇതുവരെ സ്റ്റാർട്ട് ചെയ്താണ് സ്കൗട്ടിംഗ് ക്യാമ്പ്. സ്കൗട്ടിംഗ് ക്യാമ്പ് നമുക്ക് ഒരു കളി കളിക്കാം. ആൻഡ് അത് കഴിഞ്ഞിട്ട് നമ്മൾ അപ്ഡേറ്റ് വന്നില്ല. എന്തായാലും നമുക്ക് ക്യാപ്റ്റൻസ് കളിച്ചിട്ട് നമുക്ക് അതിലോട്ട് പോകാം. നമുക്ക് ഇച്ചിരി കുറച്ച് നല്ല കിടിലൻ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. സോ നമുക്ക് ആദ്യമായിട്ട് OT അതാണ് നമ്മൾ എടുക്കുന്നത്. OT നമുക്ക്
കുറച്ച് ഒരു സ്കിൽ ഗെയിമൊക്കെ ഉണ്ട്. സോ അതൊക്കെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യും. ആൻഡ് അതിനുശേഷമാണെങ്കിൽ നമ്മൾ അടുത്ത സംഭവം അത് നമുക്ക് സ്കൗട്ടിങ് ക്യാമ്പ് ഒരു കളി കളിക്കാം. ഒരു കളിയൊക്കെ താനാകുമ്പോഴത്തേക്ക് ഒരു 3-4 മിനിറ്റ് വേണം ഗൈസ്. 4 മിനിറ്റ് എങ്കിലും പാടാണ്. ക്രോസ് ബാർ പക്ഷെ അത് അടിച്ച് താഴെ ഇടാൻ കഴിഞ്ഞു. ഓക്കെ, സോ നമ്മളെ ഫസ്റ്റ് സംഭവം കഴിഞ്ഞിട്ടുണ്ട്. 1500 നമ്മൾ 3000 ഒക്കെ അടിച്ചു. ഓക്കെ, ദെൻ അടുത്ത നമുക്ക് പരിപാടി തുടങ്ങാം. നെറ്റ് ഇത്തിരി സ്ലോ ആണ്. നമ്മളുടെ വൈഫൈ ഇച്ചിരി പ്രശ്നമാണ്. അത് പ്രത്യേകിച്ച് ഞാൻ മേളിലോട്ട് ഇരിക്കുമ്പോൾ ഗൈസ് അത് ഇച്ചിരി സ്ലോ ആവുമല്ലോ. ഓക്കെ, സോ ഗൈസ്, അപ്പം നമ്മൾ ഗാർഡൻ ഓഫ് ബാൻബാൻ 8 ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അറിഞ്ഞ് കാണുന്ന കഴിയും. നമുക്ക് ഗാർഡൻ ഓഫ് ബാൻബാൻ 8 കളിക്കണമെന്നുണ്ട്. ബട്ട് നമ്മുടെ ഫോണിൽ കളിക്കാൻ പറ്റില്ല. 1 പോലും കയറത്തില്ല. പ്രത്യേകിച്ച് FC മൊബൈൽ ഉൾപ്പെടെ ഇറങ്ങുന്നുണ്ട്. അയ്യോ, ഇച്ചിരി കൂടിപ്പോയ ഗൈസ്. അത് കറക്റ്റാണ്. ഓക്കെ, നമുക്കിനി ഒന്നല്ല, നമുക്കിനി 2 പോയിന്റ്. അയ്യോ, എന്നാലത് കയറിയിടാം. നമുക്ക് ഇങ്ങോട്ട് അടിച്ചിടാം. കറക്റ്റ് അതിനകത്ത് ഉള്ളൂ. അത്രേ ഉള്ളൂ. അതൊക്കെ അത്രേ ഉള്ളൂ. നമ്മുടെ കിഡിലെ ഷൂട്ടേഴ്സിൽ ഒരാൾ റിക്കി പറഞ്ഞിട്ടോ ലോങ് റേഞ്ച് ഷൂട്ട് നിങ്ങൾ കാണണം. അതായത് ഇപ്പോഴല്ല, അതായത് നമ്മുടെ ആ ഒരു ഇത് വരത്തില്ലേ, വേഴ്സ് അറ്റാക്ക് മാച്ച് വരുമ്പം ചില സമയത്ത് ക്രൂഷ്യൽ ടൈമിൽ വന്ന് ഗോളടിക്കും. അതൊക്കെ നിങ്ങൾ കാണും. 374 ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ 374, 494 ആവാൻ ചാൻസ് ഉണ്ട്. 500 അടുപ്പിച്ച് കിട്ടും. നമുക്കൊരു റൊണാൾഡോ അല്ലെങ്കിൽ നമുക്ക് മൾഡീനി വേണം. അതാണ് എൻ്റെ ആഗ്രഹം കേട്ടോ. കാരണം മൾഡീനി ബഫൺ അത് ഉറപ്പാണ്. കാരണം കുറച്ച് തോന്നിട്ടോ അതങ്ങ് പോകും. അത് അയ്യത്തങ്ങാണ്ട് പോയി. അത് അപ്പുറത്തെ ടർച്ചിൽ പോയി. അത് നമുക്ക് കൊള്ളായിരുന്നു. സൂപ്പർ. എന്നാലും പോയിന്റ് കിട്ടില്ലേ. എന്നാ നമുക്ക് പണി വേണം. നമുക്കൊരു 1000 പോയിന്റ് എക്സ്ട്രാ കിട്ടുമെന്ന് വേണം. ഓക്കെ, 1 സ്റ്റാർ ആയതേ ഉള്ളു. 2 സ്റ്റാറായി. ഇനി 1 സ്റ്റാർ ഇല്ല, അത് കിട്ടത്തില്ല. 2 സ്റ്റാർ കിട്ടില്ല. കുഴപ്പമില്ലല്ലോ, എന്നാലും കുഴപ്പമില്ല. നമുക്ക് ഒന്നും കൂടി വേണമെങ്കിൽ കളിക്കാം. ഇഷ്ടംപോലെ നമുക്ക് കളിക്കാവുന്നതാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്കൊരു 1000 ടോക്കൺ ഞാൻ സംഭവങ്ങളൊക്കെ കാണിച്ചായിരുന്നു എനിക്ക്. അപ്പം കുറച്ചായതല്ലോ, നമുക്ക് ഏകദേശം 8-10 മിനിറ്റ് ആയി. 8 മിനിറ്റ് ആയി. സോ അപ്പം ഈ ഒരു മാച്ചും കൂടി കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫ് 2 കൂടെ അങ്ങോട്ട് അടിക്കാം. നിങ്ങളെങ്ങനെയാണ് വരുന്നത്? നമ്മൾ പ്രൈം റിയൽ മാഡ്രിഡാണ്. നമ്മളൊരു സെൽഫ് ഗോൾ പറയാൻ ഒരു 10-15 മിനിറ്റ് അടിച്ചിട്ട് തിരിച്ചു പോയി നമ്മൾ അടിക്കുക. അത്രേ ഉള്ളൂ. അതാകുമ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ ഇവിടുന്ന് ഗൂളർ പോയി അടിക്കുന്നുണ്ടാണേ. ഒന്നെങ്കിൽ ഗൂളർ അല്ലെങ്കിൽ റിക്കിലും. ഇതൊന്നും അല്ലെങ്കിൽ നമ്മളുടെ ഇബ്രാഹിമിലേക്ക് പോയി അടിക്കും. ഇനി ബാ. അയ്യോടാ, കുഴപ്പമില്ലടാ. ഇതിപ്പം നമുക്കൊന്നുമല്ല. അയ്യോടാ, ഇതൊക്കെ ചുമ്മാ ട്രയല്. ഇത് നിങ്ങളിപ്പോൾ കണ്ടോണം. ഇനി ഇവിടെ നിന്ന് എത്ര ഗോള് കയറുമെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ ഒരു 10 കയറും. അത് നമ്മൾ ചുമ്മാ പറഞ്ഞു കേട്ടോ. പക്ഷെ എന്തായാലും ഒരു 3 എന്തായാലും കയറും കേട്ടോ. ഫസ്റ്റ് ഇതാ ആണല്ലോ. അല്ലെന്നാര് പറഞ്ഞു? ഞാൻ പറഞ്ഞേ, ഒന്നെങ്കിൽ ഗൂളർ അല്ലെങ്കിൽ റിക്കഡ്. ഇതൊക്കെ നമുക്ക് സർവ്വസാധാരണ. ഇതൊക്കെ എന്ത് ഇവിടെ ഒന്നും അല്ല തുടങ്ങുന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടാണ് നമ്മളുടെ ഇബ്രാഹിമും ബാലും ഒക്കെ തുടങ്ങുന്നത് കേട്ടോ.
ആണ്ടെ പോന്നു. നിങ്ങൾ എടാ അടുത്ത മിനിറ്റ് അല്ല അത് തന്നെ അടുത്ത മിനിറ്റ് അടുത്ത 112 അടിച്ചു കഴിഞ്ഞു. നമുക്കിതൊക്കെ നിങ്ങൾക്ക് ആ സെലിബ്രേഷൻ കാണിയെന്ന് വിചാരിച്ചാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇബ്രാഹിം സെലിബ്രേഷൻ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ഇബ്രാഹിം ഇതിനകത്ത് കാണിച്ചു തരാൻ. ഇബ്രാഹിം പറ്റുമെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പറ്റും കേട്ടോ, സുഖമായിട്ട് പറ്റും. ഓക്കെ നോക്കണേ. ഓക്കെ, ഇത് കിഡിലെ സെലിബ്രേഷൻ കേട്ടോ. അത് കൊള്ളാം. ബാക്ക് ഫ്ലിപ്പൊക്കെ അടിച്ച് പവറായിരുന്നു. സോ ഇപ്പം തന്നെ 10 മിനിറ്റ് 11 മിനിറ്റ്. മാർട്ടിനസ്, ഇംഗോ മാർട്ടിനസ് അറിയാലോ ഏഷ്യൻകാരാണ്. ആരാന്നറിയാവുന്നവരും കാണും, അറിയാത്തവർ കാണാൻ ചാൻസ് കുറവാണ്. FC മൊബൈൽ കളിക്കുന്നവരാണ് ഈ സുഖത്തെ. എടാ അത് ഷോർട്ടായില്ല കേട്ടോ. ഫസ്റ്റ് ടച്ചിൽ അതങ്ങനെ ഇട്ട് കൊടുത്തോണ്ട പൊട്ട. ഫസ്റ്റ് ടച്ച് അത് നമ്മളങ്ങനെ കൊടുത്തോണ്ടാണ് അതങ്ങനെ സംഭവിച്ചത്. ഇല്ലായിരുന്നു പെർഫെക്റ്റ് ആയിട്ട് കാരണം പിടിക്കുക. അത്രേ ഉള്ളൂ. നമ്മളുടെ ഫ്രണ്ടിലുള്ള 4 എണ്ണം അടിച്ചിട്ടുണ്ട്. എടാ ഗൂളറിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. പുഷ് സെലിബ്രേഷൻ ആട്ടോ. ഓക്കെ, നമുക്ക് ഒന്നുകൂടി ഗോൾ അടിപ്പിക്കാം. നമുക്കിതൊക്കെ നമുക്ക് ഗോൾ അടിപ്പിക്കാനാണോ പാട്? അപ്പീലങ്ങ് പോട്ടോ. അപ്പീല് പോയില്ലെങ്കിലും പണിയാണ്, പോയാലും പണിയാണ്. അതൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. അച്ചോടാ കൊച്ചിറങ്ങണേ. എടാ 80 മിനിറ്റ് ആയടാ. അയ്യോ, കാന കിട്ടിയത് നിങ്ങൾ അറിഞ്ഞായിരുന്നെന്ന് തോന്നുന്നല്ലോ. ഇല്ല നിങ്ങൾ അറിഞ്ഞു കാണത്തില്ല കേട്ടോ. നമ്മളുടെ ചിറക്ക എന്ത് ചെയ്യേ? ചിറക കയറാറക്ക കയറും മോനെ. അത് കോർണർ പോത്തില്ല, നമ്മളുടെ ചിറക്കന് കൊടുക്കണത്. കയറി. ഇവൻ നമ്മളെ പുതിയതാണ് കേട്ടോ. ഇത് ഒത്തിരി പുതിയ ആൾക്കാരുണ്ട്. ഞാൻ ഇപ്പം എല്ലാവരുടെയും പേരൊക്കെ എടുത്ത് പറയുന്നത് കഴിഞ്ഞാൽ ഒത്തിരി സമയം എടുക്കും. ഇല്ലടാ പുഷ സെലിബ്രേഷൻ അത് നമുക്ക് പിന്നെ കാണിക്കാം. ഓക്കെ, അപ്പം നമ്മളുടെ ഇവൻ പുതിയ കുറച്ച് ആൾക്കാരാണ്. അതൊക്കെ നമുക്ക് കാണാം. നമുക്ക് കുറച്ച് കാണാനുണ്ട് ഗൈസ്. അപ്പം 111 നമ്മൾ അടുത്ത ടാർഗറ്റ്. സോ നോക്കാം, അത്ര പറയാൻ പറ്റും. കാരണം അത്രയൊക്കെ ചെല്ല. അവിടെ 112 പറയുമ്പോൾ അടുത്തൊരു 111 ഒരു പ്ലെയറിനെ നമുക്ക് കിട്ടണം. 111 പ്ലെയർ നമ്മളെ പുതിയൊരു 112 പ്ലെയർ, അത് നമ്മുടെ RB ആണ്. പിന്നെ ഞാൻ നിങ്ങൾക്ക് റിവാർഡ്സിനകത്ത് പോയി കഴിഞ്ഞാൽ ഗാലറി പോയി കഴിഞ്ഞാൽ കാണാം, അല്ലെങ്കിൽ ഗ്രേറ്റസ്റ്റ് ക്യാപ്റ്റൻസ് പോകണം. ഓക്കെ, ദാണ്ട്രാ ഇത് ഫോർമേഷനാ. ഇത് ഫോർമേഷൻ അല്ല, ഇതാണ് ഫോർമേഷൻ. ഇതങ്ങനല്ല ഫോർമേഷൻ. 2 സെൻറ്റർ ബാക്ക്, അതായത് ഇപ്പോഴത്തെ പണ്ടത്തെ കിഡിലെ 2 സെൻറ്റർ ബാക്ക് ആൻഡ് ഇപ്പോഴത്തെ പണ്ടത്തെ എന്ന് പറയാനില്ല. 2 ലെജൻഡറി 2 പേരാട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് 4000, നമുക്ക് ഈ 4000 അടിക്കണം കേട്ടോ. ഷാഡ് കാണാം. 4000 ഷാഡൊക്കെ എവിടെ നിന്ന് കിട്ടാനാണ്? എന്നിട്ട് നമുക്ക് അപ്പം തന്നെ നമ്മൾ അല്ലെങ്കിൽ നമുക്കേ അല്ലാതെ എടുക്കാം. അതെങ്ങനെയാന്ന് വെച്ചാലേ ഗാലറിയിലായിരിക്കും. നോക്കട്ടെ. ഇതിനകത്ത് നിങ്ങൾ നോക്കണ്ടേ. ഇതിനകത്ത് നമുക്ക് 108 CB ആണ്. നമ്മൾ ഈ 4 തന്നെയാണ് നമ്മളിപ്പം ഇട്ടേക്കുന്നത്. അല്ല,
നമ്മൾ ടാർഗറ്റ് ചെയ്തേക്കുന്നത് നമ്മളിപ്പം 109 ആളെയാണ് എടുത്തിരുന്നത്. നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്നേ. ഞാൻ അല്ലെങ്കിൽ RB 110 RB എടുത്താലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അത് 110 4 എടുക്കണം. അത് നമുക്ക് നോക്കാം കേട്ടോ. അത് 760 ഷാർഡ് കാണും. അതാണെങ്കിൽ പിന്നെ നമുക്ക് നോക്കാമല്ലോ. സോ ഇനി നമുക്ക് നമ്മളെ ഇങ്ങോട്ട് വരാം. അടുത്ത് മാറ്റണം. ഓക്കെ, നമുക്ക് കുറച്ച് പുതിയ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ആൻഡ് നമ്മൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ കാണാത്തൊരു പ്ലെയർ ഇതാണ്, എന്ത് കാസറസും. ആൻഡ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഖാനെ നിങ്ങൾ കണ്ടിട്ടില്ല. ഞാൻ ഖാനെന്നാണ് വിളിക്കുന്നത്, എൻ്റെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ കഴിയില്ല. ആൻഡ് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കാണാത്തത് ഇബ്രാഹിമോവിക്, എന്താ ബാൽ. പിന്നെ ഇവന്മാരെയൊക്കെ നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു. ഇവന്മാരെയൊക്കെ CBയുടെ കുറച്ച് നല്ല വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. സോ ഇവൻ നമ്മൾ ഡീറ്റെയിൽസ് എടുത്താൽ ഇവൻ്റെ ഷൂട്ടിങ് ഒഴിച്ച് ബാക്കി എല്ലാം നല്ല കിട്ടിയിട്ടുണ്ട്. ഫിസിക്കലൊക്കെ 113. അതായത് നമുക്ക് റൊണാൾഡോയുടെയൊക്കെ ഞാൻ എടുത്ത് കാണിച്ചത്. നിങ്ങൾക്ക് റൊണാൾഡോ, മെസ്സി എല്ലാം ഉണ്ട് നമ്മളുടെ കയ്യിൽ. ഓക്കെ, സോ ഇതിനകത്ത് നിങ്ങൾക്ക് വലുതായിട്ട് കാണാൻ ആരും ഇല്ല. അല്ല, അങ്ങനല്ല, നമ്മളുടെ പിന്നെ ഇബ്രാഹിമോവിക്കിൻ്റെ ഒക്കെ ഞാൻ ട്രെയിനിങ് 10 ആക്കിയിട്ട്, അല്ല സോറി, ഇബ്രാഹിമൊക്കെ ട്രെയിൻ ചെയ്തെടുക്കാൻ നമ്മളുടെ കിട്ടിയിട്ടും കുറേ പ്ലേയേഴ്സ് ഉണ്ട്. നമുക്ക് ഇങ്ങനെയുള്ള പ്ലേയേഴ്സിനെ ഇനി സെല്ല് ചെയ്യുന്നതിന് പകരം ഇതേപോലെ ലെവലപ്പ് ചെയ്ത് ഉപയോഗിക്കണം. അപ്പോൾ നമുക്ക് കിട്ടിയിലും പ്ലേയേഴ്സൊക്കെ കിട്ടും, കിട്ടിയിലും ടീമാവും നമുക്ക്. സോ നമുക്കിനി അടുത്ത നമ്മളുടെ സ്കൗട്ടിങ് ഗെയിം കിട്ടുമോ? സ്കൗട്ടിങ് ഗെയിം ഞാൻ ഇടയ്ക്ക് കളിച്ചായിരുന്നു. അതാണ് പ്രോഗ്രസ് റൗണ്ട് 3 ആയി കിടക്കുന്നത്. സ്കൗട്ടിങ് ഗെയിം നല്ല പാടാണ്. ആൻഡ് എൻ്റെ ടോട്ട്സ് ടീമാണ് ഒട്ടോട്ട്സ് ടീം. അപ്പം ലൈനപ്പ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണാം. എങ്ങനെയുണ്ട് ഗൈസ്? ഒരു കാര്യമുണ്ട്, എനിക്ക് മെസ്സിയെ നിർത്തണം എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഇത് ചെയ്തത്. അപ്പം നമുക്ക് വേറൊരു പണി ചെയ്യാം. ഇങ്ങനെ വെക്കാം. നമുക്ക് ഇതാകുമ്പോൾ നല്ല കിടിലായിരിക്കും. നമുക്ക് ഡെമ്പലിനെ വെച്ചാലോ ഇവിടെ. ആൻഡ് കെയിന് വെക്കുന്ന ഐസൊക്കെ ഉണ്ട്. പിന്നെ നമുക്കുള്ളത് വേറെ നല്ല പ്ലേയേഴ്സ് അല്ല, നമുക്ക് കുറച്ച് ബാക്കി പെഡ്രി കിട്ടിയാൽ ഡിഫെൻഡ് ചെയ്യും. സോ നമുക്ക് അവനെ അങ്ങോട്ട് വെക്കാം. നിങ്ങൾക്ക് ജോയിനേഴ്സിനെ അറിയാമല്ലോ, എനിക്ക് അറിയാമല്ലോ. നമ്മുടെ പോർച്ചുഗലിൻ്റെ കിഡിലും പ്ലേയേഴ്സിലും കുറച്ച് പോർച്ചുഗലിലെ ഒരു 3-4 പ്ലേയേഴ്സിനകത്ത് ഉണ്ട് കേട്ടോ. നേരെ കിട്ടിയ പ്ലേയേഴ്സാണ്. അതുകൊണ്ടാണ്. ഓക്കെ, ഓക്കെ, നമ്മൾ ക്യാപ്റ്റൻസിൻ്റെ ടീം നമ്മൾ നേരത്തെ കണ്ടില്ലേ, അതാണ് ടീം. ഞാനത് ഇടയ്ക്ക് കളിച്ചായിരുന്നു. അതിനകത്തൊരു കളി ഞാൻ ജയിക്കുകയും ചെയ്തു. ബട്ട് പിന്നെ ഫസ്റ്റ് പിന്നെന്നാണ് കാണിക്കുന്നത് നമ്മളെ സ്ഥലം. കണ്ടല്ലോ പണ്ടത്തെ അത് 6 അത് എനിക്ക് തോന്നി ഇവർ മാറ്റിയതാട്ടോ. ഓക്കെ, ദെൻ സ്റ്റാർട്ട്. ചില മാച്ച് നമുക്ക് ഇതിനകത്ത് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഗോൾ അടിച്ചു കഴിഞ്ഞാൽ എന്നെ ഒന്നും പറയില്ല കേട്ടോ. പോട്ടെ എടാ, അടിയടാ. എടാ, ഗോള് റഷ് ചെയ്ത് കയറി വന്ന് ഞാൻ സുഖമായിട്ട് അടിക്കായിരുന്നടാ. ഡെമ്പലേറ്റ് മെസ്സി മോനെ, ആ ഡൈവ് ചെയ്തൊക്കെ പിടിക്കുന്ന ബഫണാണ് നമ്മളുടെ അതുകൊണ്ടാണ് കേട്ടോ. ഇല്ലായിരുന്നെങ്കിൽ ഇപ്പം മെസ്സി അടിച്ചത്. ഗോൾ എപ്പോൾ കയറിയെന്ന് ചോദിച്ചാൽ മതി. അത് അയ്യട്ടോളാം. പോട്ടെ മോനെ, അത് വിട്ടേക്ക്. എന്നാലും ഫ്രണ്ട് അറ്റാക്ക് കയറുമ്പോൾ അത് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്തവനെ പിടിച്ചോണം. ഓക്കെ, അവൻ കയറി ഒന്നില്ലായിരുന്നു. ഫൗളാ? നമ്മക്ക് ഫൗള്. പടി പൊട്ടിയാനെ, റബ്ബർക്ക് പടി പൊട്ടിയാനെ. ബെല്ലിങ്ങമേ, അപ്പം നമ്മൾ ആൾക്കാരെ നമ്മൾ ബാക്ക് വലിക്കും കേട്ടോ. റിസ്ക് എടുക്കാൻ നമ്മളില്ല, കാരണം ഇത് ബോട്ടല്ല കളിക്കുന്നത്.
അത്ര ഉള്ള പോയി ചിപ്പ് ചെയ്തങ്ങ് കിട്ടിയിരുന്നു. പണി കിട്ടി. അത് കറുപ്പിന്റെ വായുതോട്ട്. ഓ എടേ നമ്മൾ അനങ്ങാൻ സമ്മതിക്കുന്നില്ല കേട്ടോ. നമ്മളും അതൊക്കെ തന്നെ. അത്ര ഉള്ള കേറാ പോയി. അത്ര ഉള്ള റൊണാൾഡോയുടെ സെലിബ്രേഷൻ കണ്ടോ ഗൈസ്? ആൻഡ് ഓരെ കിടിലോസ്കി. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. റൊണാൾഡോ മെസ്സി കോംബോ. അത് അവിടെ മെസ്സി അവിടെ പാസിന് വേണ്ടി വിളിക്കുന്നുണ്ട്. പക്ഷെ എനിക്കറിയാം ആ ഗോള് റഷ് ചെയ്ത് കയറുമെന്ന്. പക്ഷെ എത്ര ലോങ് ആയിട്ട് ഓടാ. നമുക്കേ അത് ഇച്ചിരി ആ ഗോളിയുടെ റഷ് അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കാവുന്നേ ഉള്ളൂ. സോ ആ ഒരു അഡ്വാൻറ്റേജ് എടുത്താൽ നമുക്ക് എന്തായാലും സുഖമായിട്ട് കയറാം കേട്ടോ. ഓക്കെ, എൻ്റെ കൈ എന്നിടയ്ക്ക് കൈ മറക്കില്ലെങ്കിലേ പണി 8ന്റെ കിട്ടുകയും ചെയ്യും. ഓ മോനെ പെർഫെക്റ്റ്. പിന്നെ അവിടെ കയറുമ്പോൾ അടുത്ത റൊണാൾഡോ. എടാ നേഴ്സ് ബാക്ക് ഇറങ്ങണം കേട്ടോ. നേഴ്സ് കിട്ടില്ല ഡിഫൻഡാ. അലക്സാണ്ടർ ഇറങ്ങുന്നുള്ളൂ, അത്രേ ഉള്ളൂ. ചിപ്പ് ചെയ്ത് വിട്ടോ. ഡെമ്പലെ എടുത്തോളൂ. ആ മെസ്സി ഓ ആ നെയ്സ് ഉണ്ടോ? നെയ്സ് എത്ര ഷൂട്ടായാലും അവൻ എടുക്കും. എടാ പൊട്ടാ, ഞാനത് അങ്ങനെ ഇട്ടാണ്ടല്ലേ. ഒന്നും ആലോചിച്ച് നോക്കേ. ഫുള്ള് കിടിലം കളിയായിരുന്നു എല്ലാവരും കൂടി. ആ റൊണാൾഡോ. ഓക്കെ, അവിടുന്ന് ബാക്കിട്ട് നമ്മളിങ്ങനെ ഫോർമേഷൻ ആ ഒരു ട്രൂപ്പ് ഇട്ട് കളിക്കുമ്പോഴാണ് അത്ര ഉള്ള. എടാ 8ന്റെ പണി കിട്ടി. നമുക്ക് റൊണാൾഡോയെ കൊണ്ട് ഒരു ഒറ്റ കിടുക്ക ഒരു പായ്ക്കില്ലെങ്കിൽ വൈകിട്ടില്ലല്ലോ. 8ന്റെ ഒരു വായിക്കല്ലോ, അത്രേ ഉള്ളൂ. ഫൗൾ. ആ അത്രേ ഉള്ളൂ. വിളിച്ചില്ലായിരുന്നു ഇപ്പൊ അടിയും പൊട്ടിയാനെ ആക്ക്. ആ മോനെ ഓടാ ഫ്രീ കിക്ക്. എടാ ഞാൻ വിചാരിച്ചു നമ്മക്കുള്ളൊരു കിടിലം ഫ്രീ കിക്കൊക്കെ വന്ന് മെസ്സി ഒരു കിടിലം ഫ്രീ കിക്കൊക്കെ എടുത്ത്. അതായത് മെസ്സി റൊണാൾഡോ ഫാനെന്നല്ല, അതായത് മെസ്സി ഒരു ഫ്രീ കിക്ക്, റൊണാൾഡോ ഒരു ഗോള്. അതാണൊരു കേറാ മോനെ. ഗോളി കേറിയില്ല. എടാ അതെന്താ? നോനേഴ്സ് കേറി അവൻ കേറി കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു കേട്ടോ. CBയെക്കാട്ടി കിട്ടില്ല ഡിഫിന്. ബാക്കിങ് വിഷയം അടിയും മുട്ടുവേ. അയ്യോ അതവന്റെ കോർണറാടാ. കോർണർ. ഓ ഇതവന്റെ. നമ്മള് റൊണാൾഡോ സബ്ബർ ചെയ്തില്ല കേട്ടോ. നമ്മളെ റൊണാൾഡോ ഫിസിക്കായിട്ട് ചട്ടേക്ക് ഒരു ലോങ് പാസ് ചെയ്തു, അതാണ് പ്രശ്നം. കേറാ. എനിക്കറിയത്തില്ല ആരാ അവളെ. ഓ എടാ റൊണാൾഡോ എടുക്ക. അത് ഗോൾ. അത് പോ പണി കിട്ടിയടാ. എടാ നമ്മൾ ഈ കളി തോറ്റു കേട്ടോ.
ഇവന്മാർ ഇങ്ങനെ പാസ് ഇടുന്നയാളാ സീൻ. ഞാൻ ഇങ്ങോട്ടാണ് കേറാം. പക്ഷെ ഞാൻ വിചാരിച്ച് നമ്മളിത് ജയിക്കുന്ന തോറ്റു. കുഴപ്പമില്ല, ഇതാ കളി കഴിഞ്ഞടാ, കുഴപ്പമില്ലടാ, കൊള്ളായിരുന്നു, നമ്മളും കിട്ടില്ല മാച്ചായിരുന്നു. ഓക്കേ കേസ്, അപ്പം നമ്മുടെ വീഡിയോ നമ്മളെന്തായാലും വൈൻഡപ്പ് ചെയ്തു. സോ നമ്മൾ സാറൊന്നുമില്ല കേസ്, കാരണം നമുക്ക് ഇഷ്ടം പോലെ കിട്ടില്ല പ്ലേയേഴ്സിനെ കിട്ടി. നമുക്ക് റൊണാൾഡോയുടെ ഒരു മാച്ചൊക്കെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് റൊണാൾഡോയുടെ ആ ഗോളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ ഓക്കേ റൊണാൾഡോ, ഓ ഓക്കെ ഇതാണ്ടേ നമ്മുടെ ആ ഒരു പൊസിഷനൊക്കെ നമ്മളത് കറക്റ്റ് ആ ഒരു അഡ്വാൻറ്റേജ് എടുത്തോണ്ടാണ് കേട്ടോ. ഇല്ലായിരുന്നെങ്കിൽ അതൊക്കെ എപ്പോഴാ പോകണ്ടെന്നറിയോ. കഴിഞ്ഞില്ലടാ, കുറെ നേരം അല്ലേ, എത്ര ക്യാമറ ഉണ്ട്. ഓക്കെ കഴിഞ്ഞ കേട്ടോ. സോ നമ്മൾ ഇപ്രാവശ്യം നമ്മുടെ വീഡിയോ വളരെ നല്ലൊരു വീഡിയോ ആയിരുന്നു, കിട്ടുന്ന വീഡിയോസ് ആയിരുന്നു. സോ റിമൈൻ ചേച്ചസ് ഒന്നാ ഓക്കെ കുഴപ്പമില്ല. നമുക്ക് അടുത്ത കളി എന്തായാലും നമുക്കൊന്ന് സെറ്റാക്കി എടുക്കാം അല്ലെങ്കിൽ നമ്മൾ അടുത്ത, കാരണം ഈ യൂട്യൂബിന് വേണ്ടി ഞാൻ പറഞ്ഞ് എടുത്തിട്ടുണ്ട് കേട്ടോ. ആൻഡ് സോ നമ്മളുടെ ഗെയിം നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. സോ നമ്മളുടെ ഇതൊക്കെ കാണിച്ചുകൊണ്ട് നമ്മളുടെ വീഡിയോ നമ്മൾ എന്തായാലും വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ ഗൈസ്, അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യുക. സോ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ആൻഡ് ഓണമാണ്, സോ നിങ്ങളെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. ഓക്കെ അപ്പം ഗൈസ് ബൈ ബൈ.